പാലക്കാട് പരാജയ ഭീതിയുള്ളതിനാലാണ് UDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറയുന്നു. BJP പാലക്കാട് വിജയിച്ചു കഴിഞ്ഞു. വികസനമാണ് മണ്ഡലത്തിൽ NDA ചർച്ച ചെയ്യുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇപ്പോൾ പ്രചരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഡീൽ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. എന്താണ് അഭിപ്രായം? ജനങ്ങളുമായി ഞാനൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ജനങ്ങൾ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് വോട്ട് നൽകണം എന്നുള്ള ഡീൽ അവരുടെ ഹൃദയത്തിൽ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ BJP ജയിക്കും. സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും BJPയുടെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെയും പ്ലസ് അവർ എടുക്കും. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും രണ്ട് പാർട്ടിയിൽ നിന്ന് ആളുകൾ BJPയിലേക്ക് വരികയാണ്. ഇനി ഒരു ചെറുപ്പക്കാരൻ വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞങ്ങൾ BJPയിൽ ഷാളിട്ട് സ്വീകരിക്കും എന്നുള്ളതാണ്. UDFന്റെ ഈ ആരോപണം ഒരു പരാജയ ഭീതി കൊണ്ടാണോ? അല്ല, ഓൾറെഡി പരാജയ ഭീതി എന്ന് പറഞ്ഞാൽ പാലക്കാട് BJP വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ശ്രീമാൻ VD സതീശന് ബോധ്യമായി, ശ്രീമാൻ KC വേണുഗോപാലിന് ബോധ്യമായി. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ശ്രീമാൻ KC വേണുഗോപാലിന് അറിയാം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ ശോഭയെ സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച്. KC വേണുഗോപാലിൻ്റെ ആലപ്പുഴയിലെ ബൂത്തിൽ എനിക്ക് 1ാം സ്ഥാനം. എന്നാൽ മാർക്സിസ്റ്റുകാരനായിരുന്ന സുധാരൻ സാറിൻ്റെ ബൂത്തിൽ 1ാം സ്ഥാനം. പുന്നപ്രയിലും വയലാറിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളിൽ 1ാം സ്ഥാനം. ഇതെല്ലാം ഞങ്ങളുടെ ആളുകൾ മാത്രം വോട്ട് ചെയ്തല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ കുത്തുന്ന ആളുകൾ BJPക്ക് അന്ന് വോട്ട് നൽകിയതാണ്. ഇത് പാലക്കാടും സംഭവിക്കും എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം തന്നെ BJP ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഈ വിവാദമുണ്ടാക്കിയത്. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വികസനമാണ്. 47 വർഷക്കാലം പാലക്കാടിൽ നിന്ന് കോൺഗ്രസിന് MLA ഉണ്ടായിട്ട് എന്ത് വികസനം ഈ നാട്ടിലേക്ക് കൊടുത്തു? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഇന്നലെ ഗുജറാത്ത് മുഖ്യമന്ത്രി എത്തി. ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളെല്ലാം എത്തുമോ? ഇന്ത്യയിലെ വലിയ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പാലക്കാട് നിയോജകമണ്ഡലത്തിൽ വരികയും ഈ പാലക്കാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഞാനുണ്ട് കൂടെ എന്നുള്ള ഒരു പോയിന്റ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കണമെന്ന് കേരളത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങൾക്കിടയിലൂടെ തീർച്ചയായിട്ടും ഇനിയും ആളുകൾ വരും നമ്മൾ ആവശ്യപ്പെട്ടാൽ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് കൂടുതൽ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതല്ല. ദേശീയ ലീഡർഷിപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടണം. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ വീടുകളിൽ വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്തായാലും വികസനവും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.